Hey guys, it's me, GoJoH4X. അപ്പം നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പം ഒന്നും നോക്കണ്ട, വേഗം വീഡിയോക്ക് പോവുക. വീഡിയോൻ്റെ കോള് വില്ലേജർ ഫുള്ള് ലൂട്ടിയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഞമ്മൾക്കൊരു ഫൈറ്റ് എടുക്കാണ്ട്, ரொம்ப ഭയങ്കര ഫൈറ്റ്. വില്ലേജ് ഏകദേശം ലൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളിങ്ങനെ ലൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ബഗ് കിട്ടും. പിന്നെ നമുക്കൊരു ബണ്ടിൽ പറഞ്ഞിട്ടൊരു സാധനം കിട്ടുന്നത്, അതായത് ചാക്ക്. അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റേക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയാം. ഇതിൻ്റെ യൂസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. പാവപ്പെട്ടവൻ്റെ സർക്കിളല്ല സർക്കിൾ, അതാ അതിൻ്റെ ബോക്സ്, സർക്കിൾ ബോക്സ് ഞങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് കുറച്ച് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല ഉപകാരമാവും. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നേരെ ഞങ്ങൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്ന് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഫൈറ്റാണ് ഡയറക്റ്റ്. അപ്പോൾ കയറി ചെന്നേക്ക് നമുക്ക് ഒരു പിള്ളേർ കിട്ടിയതിൻ്റെ പിള്ളേർ അടിച്ച് ചവട ചത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പോയി ലൂട്ടണം. അതാണ് മെയിൻ. വെളുത്തതിനും കണ്ട് വെട്ടി കഴിഞ്ഞ് നമ്മളെ നേരെ എൻട്രൻസ് നോക്കാം. അപ്പോൾ എൻട്രൻസ് നമ്മൾ എത്തിയിട്ട് കഴിഞ്ഞാൽ അടക്കട്ടെ. അയ്യോ അവിടെ കടക്കാൻ സമ്മതിക്കുന്നില്ല. ലൈഫില്ല 4 ചാവൂ ഇതെന്താ മേലെ കയറാൻ പറ്റാത്ത പോടേ, എന്തുവാ ഇത്? ഓക്കെ, ഒരുത്താൻ നമ്മുടെ ഷീൽഡിൻ്റെ ഇത് പോയി. ഓക്കെ, അങ്ങനെ അവനും ചത്തിട്ടുണ്ട്. നമുക്ക് ക്രോസ് ബോ കാര്യങ്ങൾ കിട്ടി. അടി കിട്ടിയ പോലൊരു ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമെങ്കിലും കണ്ടാ. ഓക്കെ, വെള്ളമൊഴിച്ചാകൊണ്ട് അയത്തോട്ട് പോയിട്ട് ഇത്രേ ഉള്ളൂ. അവന്മാരൊക്കെ നമുക്ക് ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലൂട്ടാം. ഇനി തരാടാ, എന്തോ ഒരു കഷ്ടാടാ. ഓക്കെ, ഓനെ മറ്റേ തലവേനായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ എന്താണ് ഇതിൻ്റെ പോഷൻ കിട്ടിയിട്ട് എന്തായാലും അത് നമ്മളെടുത്ത് നമുക്ക് ഇതുണ്ടാക്കാനുള്ള ഫൈറ്റ് ചെയ്യാനുള്ള പോഷൻ, എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് ബോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് എടുക്കാം. വെറുതെ എന്തിനാ അത് കളയാനൊക്കെ. നല്ലൊരു പ്രോയാണ്. ചിലപ്പോൾ എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു പ്രോയായിട്ടാണ്. മൾട്ടി ഷോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം എടുത്ത് നേരെ ഇറങ്ങിയാലോ. അവിടെ വില്ലേജറുണ്ട്, പക്ഷേ വെള്ളം എടുത്ത് ഇറങ്ങാം. ഇതിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങൽ കുറച്ച് റിസ്ക്കാണ്. കാരണം അടിയിലൊക്കെ സ്പോൺ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ്. അയ്യോ ചത്രോ എടാ, ഇരിക്കാൻ പറ്റിയില്ലടാ. ഓടോ കയറി വന്നോക്ക് വെള്ളം എടുത്തപ്പോൾ കറക്റ്റ്. ചേട്ടാ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് പറഞ്ഞു ചത്ത് ഞാൻ ഇത് കുറേ പണി വിട്ട്. കാരണം കുറേ നേരം ചത്തിട്ടാണ് നമുക്ക് അവസാന സാധനം കിട്ടിയ ഇപ്പോഴാണ്. അയ്യോ, പിക്കാക്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ടോർച്ച് അതുപോലെ കിട്ടിയെന്നൊന്നും അറിയില്ല. കിട്ടിയ സാധനങ്ങൾ മൊത്തം നമ്മളെടുത്ത് 2-3 വട്ടം പോയി ചത്തിട്ടാണ് കിട്ടിയത്. 2-3 വട്ടമല്ല, അതിന് മേലെ പോയി. നമ്മൾ ലാസ്റ്റ് കുറേ ടാറ്റിക്സൊക്കെ യൂസ് ചെയ്ത് ഇതാണ് എടുത്തത്. പക്ഷേ ആ വാട്ടർ ബക്കറ്റിൽ വെള്ളം എടുക്കേണ്ടിയിരുന്നില്ല. അവിടെ ഒരു പൊട്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഫുൾ ഹെൽത്തും ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വിട്ട് പോവുകയാണ്. ഇനി നമ്മളെ വീട് എത്തിയിട്ട് കാണാം. നമ്മുടെ ഹോം ലാൻഡ് എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്ഥലം കാണാനില്ല. അതാണ് ഈ നൈറ്റ് ആയതുകൊണ്ട് തീരെ സ്ഥലം കാണാനില്ല. അതെന്താ? ഇതാണ് മോനെ ക്രീപ്പർ. ഒരു ജാതി ക്രീപ്പർ. നമ്മൾ റീസ്പോൺ ആ വില്ലേജിലാണ്. അപ്പോൾ ഇപ്പോൾ നൈറ്റും ആയിട്ടുണ്ട്. ഞാൻ ബെഡ് കൊടുത്തില്ല, കാരണം കണ്ണും കാണാനില്ല മൂക്കും കേൾക്കാനില്ല പറയണ പോലെ അവസ്ഥ. നമ്മുടെ വില്ലേജ് എവിടെ? പക്ഷേ നമ്മുടെ ഹോം എവിടെ? വില്ലേജ് അല്ല, വില്ലേജ് പോട്ടെ, ഹോമാണ് നമുക്ക് അറിയേണ്ടത്. ക്രീപ്പറുകളൊക്കെ ഒക്കെ ഈ ടെക്സ്ചർ പാക്ക് ഇട്ടതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ആനിമേകൾ വൈഫോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പം നമ്മളങ്ങോട്ട് ഇട്ടോ.
കൃത്യമായിട്ട് നല്ലപോലെ സോംബീസും പിന്നെ നമ്മുടെ സ്കെൽറ്റൻസൊക്കെ അതേപോലെ ഇനി ഉണ്ടാവുക. ഒരു ഹ്യൂമൻ്റെ പോലെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വെറുതെ അങ്ങനെ ഇട്ടതാണ്. എന്തായാലും ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഇട്ടതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്തായാലും നമ്മളൊരു ഇത് തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് ഇത്തിരി വൈബാക്കി തുടങ്ങാം. എന്തായാലും സിംഗിൾ പ്ലെയർ അല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾ നിൽക്കണ പോലെ ഉണ്ടാവും. എങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൂട്ടുകാരന്മാരനൊക്കെ എടുത്ത് പറ്റിക്കുകയും ചെയ്യാം. എന്തായാലും ഈ വേൾഡല്ല, വേറെ വേൾഡിൽ നമുക്ക് എന്തായാലും പറ്റിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കരുത് പ്ലീസ്. അപ്പോൾ നമ്മുടെ വീട് കാണാനില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ വീടാണിപ്പോൾ ഞാൻ നോക്കിയാണ്. ഏകദേശം വീടെത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇതിപ്പോൾ ഫുള്ള് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ചാവും 1 ഹാർട്ടിലാണ് നടക്കുന്നത്. കാരണം സ്കെൽറ്റൻ, അയ്യോ സ്കെൽറ്റൻ ഓടറാ, കണ്ണും കാണാനില്ലല്ലോ. ഒരു കാട്ട് നോക്ക് ജസ്റ്റ് മിസ്സാണ് മോനെ. അയ്യോ കണ്ണും കാണാല്ലേ. വീടെത്തണേ ചാവലെ. ഒരു ചെറിയ കയ്യബദ്ധം പോലെ നമ്മൾ ഇടക്ക് കടയടാ കിടന്ന് ഉറങ്ങിയാലേ നമുക്ക് സമാധാനമുള്ളൂ. കാരണം കയ്യിൽ സാധനങ്ങൾ മൊത്തം പോവും, അടി കേട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കിടന്നിട്ടുണ്ട്. ഇപ്പോഴൊരു സമാധാനം. ഇപ്പോൾ കണ്ടില്ല, ഒരു സമാധാനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പുറത്ത് കിടക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ആട്ടിൽ ഞാൻ എത്തി ചത്തുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ വേറെ വില്ലേജ് കിട്ടുമോ അതോ ആ വില്ലേജിൽ തന്നെ പോകണോ നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് ആ സൈഡിൽ കൂടെയാണ് വന്നത്. എന്താ കാരണം എന്നാണെന്ന് അറിയില്ല. അതൊക്കെ ഉണ്ടാക്കണ്ട. ഇതാണ് ഗൈസ് ആനിമ അല്ല, ജസ്റ്റ് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ പോലെയുള്ള ഒരു സോംബി. അപ്പോൾ അതിനെ അങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടതാണ്. ഇതിനെ മാത്രമല്ല, നമ്മളിപ്പോൾ ചാവും. ഇതെന്താ ചാവാട്ട് ചത്ത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ക്രീപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേൾഡ് മെല്ലെ അപ്ഡേറ്റ് ആയി വന്നിട്ടാണ്. ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇനി ഇപ്പോൾ കൊടുക്കുന്ന സീഡും കാര്യങ്ങളൊക്കെ നടാണ്ട്, അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ഗൈസ്, ലവ് യു.